ഹായ് ഓൾ, വെൽക്കം ടു മൈ മെന്റർ PSC. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്കണോമിക്സിൻ്റെ നാഷണൽ ഇൻകം ഡിസ്കസ് ചെയ്തല്ലേ. നാഷണൽ ഇൻകത്തിൻ്റെ SCRT NCRT ബേസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് ആ പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാനുള്ളൊരു സമയമാണ്. നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാം. അത് കൂടുതൽ എക്സാമുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മയിൽ ഈ ഒരു ടോപ്പിക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ആദ്യം ക്വസ്റ്റ്യനും അതിൻ്റെ ഓപ്ഷൻസും വായിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വായിക്കുന്ന ഓപ്ഷനിൽ നിന്ന് ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് നിങ്ങളും കൂടി റിവൈസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഏത് ആൻസർ എന്നുള്ളത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക എവിടെയെങ്കിലും. എന്നിട്ട് ഈ ഒരു ക്ലാസ്സിൻ്റെ അവസാനം എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഡിസ്കസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓരോരുത്തർക്കും എത്ര മാർക്ക് കിട്ടി, എത്രണ്ണം ശരിയായെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഉൽപാദനത്തിൻ്റെ സജീവ ഘടകം ആക്റ്റീവ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. അതിന് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്ന് ഭൂമി അല്ലെങ്കിൽ ലാൻഡ്, ഓപ്ഷൻ A ആയിട്ട് പറയുന്നു. ഓപ്ഷൻ B എന്താണ്? മൂലധനം, ക്യാപിറ്റൽ. ഓപ്ഷൻ C തൊഴിലാളി അഥവാ ലേബർ. ഓപ്ഷൻ D ഇവയൊന്നുമല്ല. ഇങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ A ആണോ, B ആണോ, C ആണോ, D ആണോ എന്നുള്ളതാണ് ആൻസർ. നിങ്ങൾ ആൻസർ നോട്ട് ചെയ്യുക. നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്? ഇവയിൽ എന്താണ് സജീവ ഘടകം ഏതാണ്, ഉൽപാദനത്തിൻ്റെ സജീവ ഘടകം ഏതാണ് എന്നുള്ളതാണ്. ആക്റ്റീവ് ഫാക്ടർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ്? A ആണോ, B ആണോ, C ആണോ, D ആണോ ആൻസർ? നമുക്കറിയാം ഏതാണ് ഉത്തരം. ഓപ്ഷൻ C ആണ്, തൊഴിലാളിയാണ്. ലേബർ എന്ന് പറയുന്ന ആൻസർ ആണ് ഇത് ചെയ്യുന്നത് ശരിയായിട്ടുള്ള ആൻസർ, സജീവ ഘടകം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഉൽപാദനത്തിൻ്റെ ഘടകങ്ങളെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നമുക്ക് ഓൾറെഡി നമ്മൾ ഈ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നാഷണൽ ഇൻകത്തെക്കുറിച്ച് SCRT NCRT പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രണം ബാച്ചിൽ നമ്മൾ എക്കണോമിക്സ് പഠിച്ച സമയത്ത് ആദ്യം പഠിച്ചത് ഈ പറയുന്ന ഉൽപാദനത്തിൻ്റെ ഘടകങ്ങളെ കുറിച്ച് വിശാലമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 4 ഘടകങ്ങളുണ്ട്. അതിൽ 3 ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ്? ഭൂമി തന്നിട്ടുണ്ട്, മൂലധനം, തൊഴിലാളി തന്നിട്ടുണ്ട്. ഇനി ഒരു ഘടകം കൂടിയുണ്ട്, സംരംഭകൻ എന്ന് പറയുന്ന ഘടകം. ഓക്കെ, സംരംഭകൻ എന്ന് പറയുന്ന 4ാമത്തെ ഘടകം കൂടിയുണ്ട്. ഈ പറയുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അഥവാ ഉൽപാദക ഘടകത്തിൽ 2 രീതിയിൽ നമുക്ക് തിരിക്കാം. ഒന്ന് സജീവം അല്ലെങ്കിൽ എന്താണ് ആക്റ്റീവ് ഫാക്ടർ എന്ന് പറയുന്ന സജീവം, അല്ലെങ്കിൽ അചേതനം എന്ന് പറയുന്നത് എന്താണ് പാസീവ് ഫാക്ടർ. അചേതനം എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്, അത് പാസീവാണ്. അപ്പോൾ ഇതിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ഏതാണ് അല്ലെങ്കിൽ സജീവമായിട്ട് നിൽക്കുന്നത് ഏതാണെന്നായിരുന്നു നമ്മുടെ ചോദ്യം. നമ്മളിപ്പോൾ ആൻസർ എന്ത് കിട്ടി? തൊഴിലാളി കിട്ടി അല്ലേ. ആക്റ്റീവ് തന്നിരിക്കുന്ന 4 കാര്യങ്ങളിൽ ഭൂമിയെക്കുറിച്ചും മൂലധനത്തെക്കുറിച്ചും തൊഴിലാളി, സംരംഭകൻ, ഈ 2 കാര്യത്തെ നമുക്ക് നോക്കുമ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന 2 കാര്യങ്ങളാണുള്ളത്, 2 ഘടകങ്ങളാണ്. അതിലൊന്ന് തൊഴിലാളി, മറ്റൊന്ന് ആരാണ്? സംരംഭകൻ അല്ലെങ്കിൽ ഓണ്ടർപ്രൂനർ എന്ന് പറയുന്ന ആ ഒരു ഫാക്ടറാണ് എന്ത് വരുന്നത്? നമുക്ക് സജീവമായിട്ട് ആക്റ്റീവായിട്ട് ഇപ്പോൾ എന്ത് ബിസിനസ് തുടങ്ങിയാൽ നമുക്കറിയാം ആക്റ്റീവായിട്ട് നിൽക്കുന്ന സജീവമായിട്ട് നിൽക്കുന്ന 2 ഘടകങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസറിൽ തൊഴിലാളി മാത്രമേ ഉള്ളൂ, സംരംഭകൻ തന്നിട്ടില്ല. അതിന് പകരം ഇവയൊന്നും അല്ല എന്നുള്ളതാണ് തന്നേക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന തൊഴിലാളിയും സംരംഭകനും എന്താണ്? സജീവ ഘടകങ്ങളാണ്. നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇനി മറ്റ് 2 ഘടകങ്ങൾ ഭൂമിയും മൂലധനവും എന്താണ്? പാസീവാണ്, അചേതനമായിട്ടുള്ള ഘടകങ്ങളാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മുടെ 4 ഘടകങ്ങൾ, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സജീവ ഘടകങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ, ഉപഭോഗ വസ്തുക്കളും കൺസപ്ഷൻ ഗുഡ്സ് അല്ലെങ്കിൽ മൂലധന വസ്തുക്കളും സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാ എന്നുള്ളതാണ്. അപ്പം ക്യാപിറ്റൽ ഗുഡ്സ് അഥവാ ഉപഭോഗ വസ്തുക്കൾ അല്ലെങ്കിൽ എന്താണ് മൂലധന വസ്തുക്കളെ കുറിച്ചുള്ള എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവന. 2-3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിനകത്തു നമ്മൾ കറക്റ്റ് ഓപ്ഷൻ ഏതാന്ന് പറയണം. ആദ്യത്തെ എന്താണ് സ്റ്റേറ്റ്മെന്റ്? മനുഷ്യന്റെ ആവശ്യങ്ങൾ നേരിട്ട് തൃപ്തിപ്പെടുത്തുന്നവയാണ് ഉപഭോഗ വസ്തുക്കൾ. അപ്പോൾ ഉപഭോഗ വസ്തുക്കൾ എന്താണെന്ന് പറഞ്ഞേക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. 2ാമത്തെ സ്റ്റേറ്റ്മെന്റ്, പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നവയാണ് മൂലധന വസ്തുക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, 2ാമത്തെ സ്റ്റേറ്റ്മെന്റ്. 3ാമത്തേതോ, ഒരു തയ്യൽ മെഷീൻ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ അത് മൂലധന വസ്തുവായി കണക്കാക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഒന്ന് ഉപഭോഗ വസ്തുക്കളെ കുറിച്ചുള്ളൊരു സ്റ്റേറ്റ്മെന്റ്, 2 മൂലധന വസ്തുക്കളെ കുറിച്ച്, മറ്റൊന്ന് തയ്യൽ മെഷീൻ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ അത് എന്താണ് മൂലധന വസ്തുവായി കണക്കാക്കുന്നു എന്നുള്ള 3 സ്റ്റേറ്റ്മെന്റ്. എന്തൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻസ്? A എന്ന് പറയുന്നത് 1 മാത്രം, B 1, 2 എന്നിവ ശരിയാണ്, C 2, 3 എന്നിവ ശരിയാണ്, D എന്താണ് എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ആൻസർ. സോറി, ഈ 4 ഓപ്ഷൻസ് ആണ് തന്നേക്കുന്നത്. നമ്മൾ അതിനകത്ത് ആൻസർ എഴുതണം. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വെച്ചിട്ടൊന്ന് ആൻസർ നോക്കിക്കോളൂ. A ആണോ, B ആണോ, C ആണോ, D ആണോ ആൻസർ ഒന്ന് നോക്കിക്കോളൂ. എന്താണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്?
ഓപ്ഷൻ ബി ആണ് അല്ലേ. 1, 2 എന്നിവ ശരിയാണ് എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. 3 സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യത്തേത് എന്താ പറയുന്നത്? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നേരിട്ട് തൃപ്തിപ്പെടുത്തുന്നവയാണ് ഉപഭോഗ വസ്തുക്കൾ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞതാണ് കൺസപ്ഷൻ ഗുഡ്സ്. ഇപ്പോൾ ഞാനൊരു ടാക്സി വാങ്ങുന്ന എക്സാമ്പിളൊക്കെ പറഞ്ഞു. അപ്പം എൻ്റെ ആവശ്യത്തിന് ഞാൻ പേഴ്സണലി ഒരു കാറ് വാങ്ങിയിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ അതെന്താണ്, എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അത് കൺസപ്ഷൻ ഗുഡ്സിനകത്തേക്കാണ് വരുന്നത്. മറിച്ച് ഞാനതൊരു മറ്റൊരു കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, അത് അവിടുത്തെ എന്താണ്, മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 2 എന്താ, പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നവയാണ് മൂലധന വസ്തുക്കൾ. ശരിയല്ലേ. നമ്മളൊരു ഫാക്ടറിയിൽ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു വസ്തു വാങ്ങിച്ചു കഴിഞ്ഞാൽ മറ്റൊരു വസ്തുവായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി, മറ്റൊരു വസ്തു ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, അതൊരു ക്യാപിറ്റലായിട്ട് ഒരു അസറ്റായിട്ട് അത് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, മൂലധന വസ്തുക്കളാണ്. അപ്പോൾ ആ 2 കാര്യം ശരിയാണ്. നമ്മൾ ആൻസർ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. മൂന്നാമത്തെ എന്താണ്, തയ്യൽ മെഷീൻ വീട്ടിൽ ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലൊരു തയ്യൽ മെഷീൻ ഉപയോഗിക്കുന്നത് എന്താണ്, അതെൻ്റെ ചെറിയ ചെറിയ ഡ്രസ്സൊക്കെ ഒന്ന് തയ്ക്കാനോ ഒന്ന് അടിക്കാനോ ഒക്കെ ആയിരിക്കും. അതെന്താണ്, എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനാണ്. പക്ഷേ എന്താണ്, ഞാനൊരു തയ്യൽ കട ഇട്ടിട്ട് വലിയ വിശാലമായിട്ട് ഒരു തയ്യൽ കടയൊക്കെ ഇട്ട് തുണി തയ്ക്കുന്ന ജോലി ചെയ്യുകയാണെങ്കിൽ അതെനിക്കൊരു മൂലധന വസ്തുവാണ്. ഇവിടെ ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതെന്താണ്, അതൊരു ഉപഭോഗ വസ്തുവാണ്. പക്ഷേ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ മൂലധന വസ്തു എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്താണ്, ആ ഒരു ആൻസർ തെറ്റാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഓപ്ഷൻ ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. തേയ്മാനം അഥവാ ഡിപ്രീസിയേഷൻ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഇതിനകത്ത് ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ്, ശരിയായത് ഏത് എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 3 സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, മൂലധന ആസ്തികളുടെ അല്ലെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് സാധാരണമായ ഉപയോഗം മൂലമുണ്ടാകുന്ന മൂല്യശോഷണമാണ് തേയ്മാനം. അപ്പം മൂലധന വസ്തുക്കളുടെ സാധാരണമായ ഉപയോഗം മൂലമുണ്ടാകുന്ന ഒരു മൂല്യശോഷണമാണ് തേയ്മാനം എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തേത്, ഗ്രോസ് മൂല്യത്തിൽ നിന്നും തേയ്മാനം കുറച്ചാൽ നെറ്റ് മൂല്യം ലഭിക്കും എന്നുള്ളതാണ്. ഗ്രോസിൽ നിന്ന് തേയ്മാനം കുറച്ചാൽ നെറ്റ് ലഭിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അടുത്തത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, നിക്ഷേപം നടത്തുമ്പോൾ തേയ്മാനം കണക്കിലെടുക്കാറില്ല. അങ്ങനെ 3 കാര്യങ്ങളാണ് നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. നമ്മളുടെ ഓപ്ഷനുകൾ വന്നിട്ട് എ എന്താണ് പറയുന്നത്, 1ഉം 2ഉം ശരിയാണ്. ബി പറയുന്നു 2ഉം 3ഉം ശരിയാണ്. സി പറയുന്നു 1ഉം 3ഉം ശരിയാണ്. ഡി പറയുന്നു എല്ലാം ശരിയാണ്. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ മൂലധന ആസ്തികളെക്കുറിച്ചുള്ള ശോഷണമാണോ തേയ്മാനം, ഗ്രോസും നെറ്റും തേയ്മാനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, മറ്റൊന്ന് പറയുന്നത് നിക്ഷേപവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? ഒന്നാമത്തെയും രണ്ടാമത്തെയും, അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ എന്താ സ്റ്റേറ്റ്മെൻറ്റ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. കാരണം എന്താണ്, നമുക്കറിയാം ക്യാപിറ്റൽ ഗുഡ്സ് അല്ലെങ്കിൽ മൂലധന ആസ്തികൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഓരോ വർഷവും പോകുന്നതനുസരിച്ച് എന്ത് ചെയ്യും, അവിടെ തേയ്മാനം ഉണ്ടാകും, വിയർ ആൻഡ് ടിയർ ഉണ്ടാകും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അങ്ങനെ ഉണ്ടാകുന്ന ഒരു മൂല്യശോഷണം സംഭവിക്കും അല്ലേ. ഒരു 10 ലക്ഷം രൂപയ്ക്ക് ഞാനൊരു കാറ് വാങ്ങിച്ച് അല്ലെങ്കിൽ ഞാനൊരു ടാക്സി വാങ്ങിച്ച് ടാക്സിയായിട്ട് ഓടുവാണെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ വിലയിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മൂല്യത്തിൽ കുറവ് വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ തേയ്മാനം എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നുള്ളത് എന്താണ്, ഗ്രോസിൽ നിന്നും തേയ്മാനം കുറച്ചാൽ നെറ്റ് കിട്ടും. നമ്മൾ ഓൾറെഡി പഠിച്ചല്ലേ. അറ്റ എന്ന് പറയുന്നത് മൊത്തത്തിൽ നിന്ന് എന്ത് കിട്ടണം, ഡിപ്രീസിയേഷൻ അഥവാ തേയ്മാനം കുറയ്ക്കണം എന്ന് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മളത് ഫോർമുലാസ് എല്ലാം പഠിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, ഇനി അടുത്തത് എന്താ പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്, ഈ പറയുന്നത് നിക്ഷേപം നടത്തുമ്പോൾ തേയ്മാനം കണക്കിലെടുക്കാറില്ല എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിക്ഷേപം നടത്തുമ്പോൾ നമ്മൾ തേയ്മാനം കണക്കിലെടുക്കാറില്ല എന്നുള്ളത് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. തേയ്മാനം കൂടി എന്ത് ചെയ്തിട്ടാണ്, കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മളൊരു കാര്യത്തിൽ നിക്ഷേപം ചെയ്യുക. നമ്മൾ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഫോർമുലാസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫോർമുല ഓർത്താൽ തന്നെ നമുക്കത് ആൻസർ എഴുതാൻ പറ്റും. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആണ്. 1, 2 എന്നിവ ശരിയാണ് എന്നുള്ളതാണ് എന്ത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ദേശീയ വരുമാനം കണക്കിലെ ഇരട്ട ഗണനം അഥവാ ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കാൻ താഴെ പറയുന്ന ഏത് രീതിയാണ് സ്വീകരിക്കുന്നത്? അപ്പോൾ ഈ തന്നിരിക്കുന്ന 2 രീതികളിൽ ഏത് രീതിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡബിൾ കൗണ്ടിന് ഒഴിവാക്കാൻ എന്ത് ചെയ്യുന്നത്, സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്.
ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ഇവിടെയും സ്റ്റേറ്റ്മെന്റ് ആണ്. ഉൽപ്പന്നങ്ങളുടെ അവസാന വില അഥവാ ഫൈനൽ വാല്യൂ മാത്രം കണക്കാക്കുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉൽപ്പന്നങ്ങളുടെ എന്താണ്? അവസാന വില അഥവാ ഫൈനൽ വാല്യൂ മാത്രം കണക്കാക്കുക. രണ്ടാമത്തെ എന്താണ്? ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന മൂല്യവർദ്ധനവ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മാത്രം കണക്കാക്കുക. ഇങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിരിക്കുന്നത്. ഉൽപ്പാദനത്തിന്റെ ഫൈനൽ വാല്യൂ അഥവാ അവസാന എന്താണ് വില കണക്കാക്കുക, മറ്റൊന്ന് മൂല്യവർദ്ധനവ് എന്ന് പറയുന്ന ഓരോ ഘട്ടത്തിലുമുള്ളത് കണക്കാക്കുക. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ഏത് രീതിയാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. ഒന്നാമത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ പറയുന്നു 1 മാത്രം, ഓപ്ഷൻ ബി പറയുന്നു 2 മാത്രം, ഓപ്ഷൻ സി പറയുന്നു 1, 2 എന്നിവ ശരിയാണ്, ഓപ്ഷൻ ഡി എന്താണ്? 2ഉം തെറ്റാണ് എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ്. ഈ തന്നിരിക്കുന്നതിൽ എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് 1, 2 എന്നിവ ശരിയാണ് എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ എന്താണ്? നമുക്കറിയാം, നമ്മളൊരു ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ എന്താണ് ഫൈനൽ വാല്യൂ അല്ലെങ്കിൽ അവസാന വില, ഏറ്റവും ഫൈനലായിട്ട് കിട്ടുന്ന വില മാത്രമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഇത് ശരിയാണ്. മറ്റൊന്ന്, നമ്മൾ മൂല്യവർദ്ധനവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഗ്രോസ് വാല്യൂ ആഡഡിനെ കുറിച്ച് നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ഗ്രോസ് വാല്യൂ എന്ന് പറയുന്നത് ഫൈനൽ വാല്യൂവിൽ നിന്ന് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള വാല്യൂ ആഡഡിൽ നിന്ന് ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻ ആയിട്ട് വരുന്നതിനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഗ്രോസ് വാല്യൂ കിട്ടുന്നുണ്ട്. അതായത് ഇന്റർമീഡിയറ്റ് ആയിട്ട് പല ഭാഗങ്ങളിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്? കുറച്ചധികം ഗുഡ്സ് വരുന്നുണ്ട്. അപ്പം ഇന്റർമീഡിയറ്റ് ആയിട്ട് വന്ന അല്ലെങ്കിൽ ഇടനിലയായിട്ട് വരുന്ന എന്താണ്? ഇടനിലയായിട്ട് വരുന്ന സാധനങ്ങളുടെയും സേവനങ്ങളും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? ഈ പറയുന്ന ദേശീയ വരുമാനം കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം GV എന്ന് പറയുന്നത് അല്ലെങ്കിൽ GVA എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, GVA കുറിച്ചൊക്കെ പറഞ്ഞതാണ്. ഓക്കെ, അപ്പം ഈ രണ്ട് ഓപ്ഷനും എന്താണ്? ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. ഓപ്ഷൻ എന്താണ് ശരി? 1, 2 ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഈ ഒരു ഭാഗവും നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ്. ഡബിൾ കൗണ്ടിങ് എങ്ങനെ ഒഴിവാക്കാം. ഓക്കെ, ഇനി അടുത്ത എന്താണ്? താഴെ പറയുന്നവയിൽ ഏതാണ് ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടാത്തത്? അപ്പം 4 ഓപ്ഷൻ തന്നിട്ട് ഈ പറയുന്നവയിൽ ഏതാണ് ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടാത്തത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ എന്താണ്? സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുമോ ഇല്ലയോ? രണ്ടാമത്തെ ഓപ്ഷൻ ബി പറയുന്നു ലോട്ടറി അടിച്ച് കിട്ടുന്ന പണം ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഓപ്ഷൻ സി എന്താണ്? കമ്പനികൾക്ക് ലഭിക്കുന്ന ലാഭം എന്ന് പറയുന്നതാണ് ഓപ്ഷൻ സി. ഓപ്ഷൻ ഡി എന്താണ്? കൃഷിയിൽ നിന്നുള്ള വരുമാനം. അങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളമാണോ, അതോ ലോട്ടറി അടിച്ച പണമാണോ, കമ്പനികൾക്ക് ലഭിക്കുന്ന ലാഭമാണോ, അതല്ല കൃഷിയിൽ നിന്ന വരുമാനമാണോ? ഈ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടാത്തത്? ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓപ്ഷൻ ഏതാണ് ആൻസർ? അതെ, ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ഒന്നും എന്ത് ചെയ്യുന്നില്ല? ഈ പറയുന്ന ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ലോട്ടറി അടിച്ച് കിട്ടുന്ന പണം എന്താണ്? ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുന്നില്ല. ഒരു വ്യക്തിക്ക് കിട്ടുന്ന ശമ്പളം ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുന്നുണ്ടല്ലോ? ഉണ്ട്. കമ്പനികൾക്ക് ലാഭം ലഭിക്കുവാണെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ വരുമാനമായിട്ട് കൂട്ടുന്നുണ്ട്. മറ്റൊന്ന് കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം. നമ്മൾ മേഖലകളായിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്? ദേശീയ വരുമാനം കണക്കാക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? എന്താണ്? ഇൻഡസ്ട്രിയൽ സെക്ടർ, സർവീസ് സെക്ടർ, ഇതിനകത്തു നിന്നുള്ള ഒക്കെ വരുമാനം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ദേശീയ വരുമാനത്തിൽ കൂട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ലോട്ടറി അടിച്ച പണം എന്ന് പറയുന്നത് ട്രാൻസ്ഫർ പേയ്മെന്റ് ആണ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല? ഈ പറയുന്ന ദേശീയ വരുമാനത്തിൽ എന്ത് ചെയ്യുന്നില്ല? ഉൾപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്താണ് ഇവിടെ? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതിന് ഒരു ഉത്തരമായി. അടുത്ത ചോദ്യം, എങ്ങനെയാണ് മൊത്തവർദ്ധിത മൂല്യം അഥവാ GVA കണക്കാക്കുന്നത് എന്നുള്ളതാണ്. അപ്പം GVA അഥവാ മൊത്ത വർദ്ധിത മൂല്യം കണക്കാക്കുന്നതിനുള്ള 4 ഇക്വേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് PSC ചോദിക്കുന്നതിൽ ഇക്വേഷൻസ് ഡയറക്റ്റായിട്ട് ചോദിക്കാറുണ്ട്. 4 ഇക്വേഷൻ തന്നിട്ട് ഇതിൽ ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ നോക്കുന്നത് മൊത്തവർദ്ധിത മൂല്യം അഥവാ GVA കണക്കാക്കുന്നതിനുള്ള ഇക്വേഷൻ ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ 4 ഇക്വേഷൻ ഞാൻ വായിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ GVA എന്ന് പറയുന്നതിനെ കുറിച്ചും അതിൻ്റെ ഇക്വേഷനും തൊട്ട് മുന്നേ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞതാണ്. ആദ്യത്തെ ഓപ്ഷൻ പറയുന്നു GVA എന്ന് പറയുന്നത് മൊത്ത ഉൽപ്പന്ന മൂല്യത്തിനോട് കൂടി ഇന്റർമീഡിയറ്റ് ഉപയോഗം കൂട്ടുന്നതാണ് എന്ന് പറയുന്നു. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അതാണ് തന്നിട്ടുള്ളത്. അടുത്തത് മൊത്ത കയറ്റുമതിയിൽ നിന്ന്
ഇറക്കുമതി മൂല്യം കുറയ്ക്കുന്നതാണ് GVA എന്നുള്ളതാണ്. ഓപ്ഷൻ ബി പറയുന്നത് GVA ഈസ് ഈക്വൽ ടു മൊത്തം കയറ്റുമതി മൈനസ് ഇറക്കുമതി മൂല്യം എന്നുള്ളതാണ്. അടുത്ത ഓപ്ഷൻ സി പറയുന്നു വാടക പ്ലസ് വേതനം പ്ലസ് പലിശയാണ് GVA അഥവാ ഗ്രോസ് വാല്യൂ അല്ലെങ്കിൽ മൊത്ത വർദ്ധിത മൂല്യം എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി പറയുന്നു മൊത്ത ഉൽപ്പന്ന മൂല്യത്തിൽ നിന്ന് ഇന്റർമീഡിയറ്റ് ഉപഭോഗത്തിന്റെ മൂല്യം കുറയ്ക്കുന്നതാണ്. GVA ഈസ് ഈക്വൽ ടു മൊത്ത ഉൽപ്പന്ന മൂല്യത്തിൽ നിന്ന് എന്താണ് ഇന്റർമീഡിയറ്റ് ഉപഭോഗത്തിന്റെ മൂല്യം കുറയ്ക്കുന്നതാണ്, മൈനസ് ചെയ്യുന്നതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി പറയുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ ഏത് ഇക്വേഷനാണ് GVA അല്ലെങ്കിൽ മൊത്ത വർദ്ധിത മൂല്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഇക്വേഷൻ എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ് ആൻസർ? 4 ഓപ്ഷനുകളുണ്ട്. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ട് ആ ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം എഴുതാൻ പറ്റും. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി ആണ് അല്ലേ? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഗ്രോസ് വാല്യൂ ആഡഡ് അഥവാ മൊത്ത വർദ്ധിത മൂല്യം എന്ന് പറയുന്നത് എന്താണ്? മൊത്ത ഉൽപ്പന്ന മൂല്യത്തിൽ നിന്ന് എന്താണ് ഇന്റർമീഡിയറ്റ് ഉപഭോഗത്തിൻ്റെ മൂല്യം കുറയ്ക്കുന്നതാണ്. ഫൈനൽ വാല്യൂവിൽ നിന്ന് നമ്മുടെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഉപഭോഗം കൺസപ്ഷൻ കുറയ്ക്കുന്നതാണ് എന്നുള്ളതാണ് ഇത് GVA. നമ്മളൊരു ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇക്വേഷൻ അതുപോലെ പഠിച്ചിട്ടുമുണ്ട്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ നിങ്ങൾ വരുന്ന പരീക്ഷകളൊക്കെ തന്നെ ഈ പറയുന്ന ഇക്വേഷൻസ് എല്ലാം പഠിച്ചുകൊണ്ട് പോകണം. കാരണം PSC ഒരുപാട് ഇക്വേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കിയാലോ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നുള്ളതാണ്. ശരിയായത് ഏത്? സ്റ്റേറ്റ്മെൻറ്റ് വൈസ് എക്സാംസ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കാം. ഒന്നാമത്തേത് GDPയിൽ നിന്നും തേയ്മാനം കുറച്ചാൽ NDP ലഭിക്കും. ആദ്യത്തെ ഓപ്ഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് GDPയിൽ നിന്ന് തേയ്മാനം കുറച്ചാൽ NDP ലഭിക്കും. രണ്ടാമത്തേത് ആഭ്യന്തര വരുമാനത്തോടൊപ്പം വിദേശത്തു നിന്നുള്ള അറ്റ വരുമാനം കൂട്ടിയാൽ ദേശീയ വരുമാനം ലഭിക്കുമെന്നുള്ളതാണ്. ശരി, അതാണ് 2 സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നോക്കണം. എന്നിട്ട് ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ നോക്കുക. ഓപ്ഷൻ എ എന്താ പറയുന്നത്? 1 മാത്രമാണ് ശരിയെന്ന് പറയുന്നു. ഓപ്ഷൻ ബി പറയുന്നു 2 മാത്രമാണ് ശരിയെന്ന്. ഓപ്ഷൻ സി പറയുന്നു 1ഉം 2ഉം ശരിയാണ്. ഡി പറയുന്നു 2ഉം തെറ്റാണ്. ഈ പറയുന്ന 4 ഓപ്ഷനിൽ ഏതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് കൃത്യമായിട്ട് SCRT NCERT കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം എഴുതാൻ പറ്റും. ഇതിന് ആൻസർ ഏതാണ് ശരി? ഓപ്ഷൻ സി ആണ് അല്ലേ? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. 1ഉം 2ഉം എന്താണ് ശരിയാണ്. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ്? GDPയിൽ നിന്ന് തേയ്മാനം കുറച്ചാൽ NDP ലഭിക്കും. അപ്പം നെറ്റ് എന്ന് പറയുന്ന നമ്മൾ പഠിച്ചു. നെറ്റ് എന്നിൽ നിന്ന് ഈക്വൽ ടു ഗ്രോസ് മൈനസ് തേയ്മാനം എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ നെറ്റ് വരുമ്പോൾ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ NDP എന്ന് പറയുന്നത് എന്താണ്? GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അറ്റ ദേശീയ ഉൽപ്പന്നം ഇസ് ഈക്വൽ ടു എന്താണ്? മൊത്ത ദേശീയ ഉൽപ്പന്നം മൈനസ് എന്താണ്? തേയ്മാനമാണ്. അത് നമ്മൾ പഠിച്ച ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മ വേണം. അപ്പോൾ NDP ഇസ് ഈക്വൽ ടു GDP മൈനസ് തേയ്മാനമാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ആഭ്യന്തര വരുമാനം. നമ്മൾ ആഭ്യന്തരവും അതുപോലെ തന്നെ ദേശീയവും എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ് ആദ്യമേ. അപ്പോൾ ആഭ്യന്തര വരുമാനത്തിൻ്റെ കൂടെ വിദേശത്ത് നിന്നുള്ള അറ്റ വരുമാനം കൂട്ടിയാൽ ദേശീയ വരുമാനം കിട്ടുമെന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്? നാഷണൽ എന്ന് പറയുന്ന ഈ നാഷണൽ ഇൻകം എന്ന് പറയുന്ന നാഷണൽ എന്ന് പറയുമ്പോൾ എന്താ കിട്ടുന്നത്? ഡൊമസ്റ്റിക്കിൻ്റെ കൂടെ എന്താണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് NFIA എന്ന് പറയുന്നത് കൂട്ടിയാൽ മതി എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? എന്താ NFIA എന്ന് പറയുന്നത്? നമ്മുടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. പുറത്തു നിന്നുള്ള ഇന്ത്യയിലേക്ക്, ഇപ്പോൾ ഇന്ത്യയുടെ എടുക്കുകയാണെങ്കിൽ പുറത്തു നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന വരുമാനത്തിന് എന്ത് കുറയ്ക്കണം? ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വരുമാനം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ഫാക്ടർ ഇൻകം അല്ലെങ്കിൽ അറ്റ വരുമാനം എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, അപ്പം ഈ 2 ഓപ്ഷനുകളും ശരിയാണ്. ഓർത്താൽ മതി, ദേശീയം കാണാൻ ആഭ്യന്തരത്തിൻ്റെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് അല്ലെങ്കിൽ അറ്റ ദേശീയ വരുമാനം കൂട്ടണം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. അറ്റ വരുമാനം കൂട്ടണമെന്ന് ആലോചിക്കുക. അതുപോലെ തന്നെയാണ് എന്താണ് നെറ്റ് കാണാൻ വേണ്ടി ഗ്രോസിൽ നിന്ന് തേയ്മാനം കുറയ്ക്കണമെന്നും ആലോചിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ 2 ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക. നമുക്ക് ആ ഒരു ചോദ്യത്തിൻ്റെ ആൻസറുമായി ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ദേശീയ വരുമാനം എന്ന് വിളിക്കപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് എന്നുള്ളത്. ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കുറേ തവണ റിപ്പീറ്റ് ചെയ്ത് PSC ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത്. ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്താണ്. എന്താണ് ഇന്ത്യയുടെ ദേശീയ വരുമാനം എന്ന് വിളിക്കപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ എന്താണ്? GDP അറ്റ് മാർക്കറ്റ് പ്രൈസ്, അതായത് എന്താണ് വിപണി വിലയിലെ GDP എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഓപ്ഷൻ.
രണ്ടാമത്തത് എന്താണ് NDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യും? GDP അറ്റ് MP എന്ന് പറയുന്നത് എന്താണ്? വിപണി വിലയിലെ GDP എന്ന് പറയുന്നത്. ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൽപാദക ഘടകത്തിലെ GDP അല്ലെങ്കിൽ NDP എന്ന് പറയുന്നത്. ഇത് NDP അറ്റ് എന്താണ്? ഫാക്ടർ കോസ്റ്റ് ആണ് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ബി. അടുത്തത് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നതാണ് അടുത്ത ഓപ്ഷൻ സി എന്ന് പറയുന്നത്. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് GNP അറ്റ് മാർക്കറ്റ് പ്രൈസ്. ഓപ്ഷൻ ഡി ആണ്. GNP അറ്റ് എന്താണ്? മാർക്കറ്റ് പ്രൈസ് അഥവാ വിപണി വില എന്ന് പറയുന്നത്. അപ്പം വിപണി വില എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റ് പ്രൈസ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഫാക്ടർ കോസ്റ്റ് അഥവാ എന്താണ്? ഉൽപാദക ഘടകം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ ശരിയായിട്ടുള്ള ആൻസർ എന്നുള്ളതാണ്. ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. PSC 2 3 തവണ ആവർത്തിച്ച് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്, നമ്മൾ ക്ലാസ്സിലൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അതങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക. ഓപ്ഷൻ സി എന്ന് പറയുന്നത് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്ന അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത് ഏതിലെ? ഫാക്ടർ കോസ്റ്റിലെ അല്ലെങ്കിൽ എന്താണ്? ഉൽപാദക ഘടകത്തിലെ അറ്റ എന്താണ്? അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത് ഏതിന് ഇക്വലൻ്റ് ആണ്? ദേശീയ വരുമാനത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന വാല്യൂ ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. പഠിച്ചു വെക്കുക. NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് അഥവാ NNP അറ്റ് എന്താണ്? ഉൽപാദക ഘടകം എന്ന് പറയുന്നത് ഇക്വലൻ്റ് ടു എന്താണ്? ദേശീയ വരുമാനമാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അത് നിങ്ങൾ അങ്ങനെ പഠിക്കുക. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നത് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇക്വേഷൻസ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. GDP GNP ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പല ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. ഫാക്ടർ കോസ്റ്റിലെയും അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസിലെയും ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിപണി വിലയിലും പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഉൽപാദക ഘടകം. ഉൽപാദക ഘടകം എന്ന് പറയുമ്പോൾ ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ആ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടി എത്ര ചെലവ് വരുന്നു, അതാണ് ഏതെന്ന് പറയുന്നത്? ഫാക്ടർ കോസ്റ്റ്. വിപണി വില എന്ന് പറയുമ്പോൾ എന്താണ്? ഈ വിപണി വില എന്ന് പറയുമ്പോൾ പുറത്ത് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ പുറത്തേക്ക് വന്ന് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ എത്ര രൂപയാവുന്നു, അതാണ് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്തുണ്ടാവും? ഇൻഡയറക്റ്റ് ടാക്സുകൾ, പരോക്ഷ നികുതി ഉണ്ടാകും. അതുപോലെ തന്നെ എന്താണ്? സബ്സിഡികളൊക്കെ ഉണ്ടാവും. ഈ പറയുന്ന വാല്യൂസ് ഒക്കെ അടങ്ങുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്? മാർക്കറ്റ് പ്രൈസ്. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ആണ്. ഇക്വേഷൻസ് ഒക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനായിട്ട് ഈ പറയുന്ന ഇക്വേഷൻസ് ഒക്കെ വേണം. അപ്പം GDP കാണാനാണെങ്കിൽ ഫാക്ടർ കോസ്റ്റിലുള്ള GDP ആണെങ്കിൽ മാർക്കറ്റ് പ്രൈസിലെ GDPയിൽ നിന്ന് തേയ്മാനം കുറയ്ക്കണം. മാർക്കറ്റ് പ്രൈസിലെ GDPയിൽ നിന്ന് തേയ്മാനം കുറയ്ക്കുമ്പോൾ എനിക്ക് ഫാക്ടർ കോസ്റ്റിൽ എന്ത് കിട്ടുന്നുണ്ട്? GDP കിട്ടും. അതേ GNP എനിക്ക് മാർക്കറ്റ് പ്രൈസിൽ വേണമെങ്കിൽ, മാർക്കറ്റ് പ്രൈസിലെ GNP ആണ് എനിക്ക് വേണമെങ്കിൽ ഈ പറയുന്ന ഞാൻ പറഞ്ഞു എന്താണ്? GNP നാഷണൽ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ഡൊമസ്റ്റിക്കിൻ്റെ കൂടെ NFIയെ കൂട്ടണം. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ഇക്വേഷനാണ്. NFIയെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന നാഷണൽ പ്രോഡക്റ്റ് കിട്ടും. ഇനി അതേ വാല്യൂ നമുക്ക് ഫാക്ടർ കോസ്റ്റിൽ വേണമെങ്കിൽ എന്ത് ചെയ്യണം? GDP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് പ്രോഡക്റ്റ് ടാക്സ് മൈനസ് നെറ്റ് പ്രൊഡക്ഷൻ ടാക്സുകൾ. അപ്പം ഫാക്ടർ കോസ്റ്റ് കണ്ടുപിടിക്കാനാണെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് പ്രോഡക്റ്റിൻ്റെ ടാക്സ് നെറ്റ് പ്രോഡക്റ്റ് ടാക്സ് മൈനസ് നെറ്റ് പ്രൊഡക്ഷൻ ടാക്സ് ആണ് എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഈ ഇക്വേഷൻസ് നമ്മൾ റിവൈസ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പലതായിട്ട് പഠിച്ച ഇക്വേഷൻസ് ആണ്. എല്ലാം കൂടി ഒന്ന് ഓർക്കുകയാണ്. അടുത്തത് NDP നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നാണ്. അറ്റ ആഭ്യന്തര ഉൽപ്പന്നം ഏത് പ്രൈസിൽ? മാർക്കറ്റ് പ്രൈസിലും അതുപോലെ തന്നെ ഫാക്ടർ കോസ്റ്റിലും എത്രയാണെന്നാണ്. മാർക്കറ്റ് പ്രൈസിലേക്ക് എത്തുമ്പോൾ GDPയിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. GDP മാർക്കറ്റ് പ്രൈസിലുള്ള GDPയിൽ നിന്ന് തേയ്മാനം കുറയ്ക്കുമ്പോൾ നമുക്ക് NDP അറ്റ് മാർക്കറ്റ് പ്രൈസ് കിട്ടും. അത് NDP എനിക്ക് ഫാക്ടർ കോസ്റ്റിൽ വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഫാക്ടർ കോസ്റ്റിൽ വേണമെങ്കിൽ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്? NDP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് പ്രോഡക്റ്റ് ടാക്സ് മൈനസ് നെറ്റ് പ്രൊഡക്ഷൻ ടാക്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന ഫാക്ടർ മാർക്കറ്റ് പ്രൈസിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് ടാക്സും പ്രൊഡക്ഷൻ ടാക്സും ഒക്കെ ടാക്സുകളൊക്കെ ഉൾപ്പെടും എന്നൊന്ന് ഓർത്ത് വെക്കണം. അടുത്തത് NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ്. NNP മാർക്കറ്റ് പ്രൈസിലെ NNP കാണണം, അല്ലെങ്കിൽ അറ്റ ദേശീയ ഉൽപ്പന്നം കാണണമെങ്കിൽ GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് മാർക്കറ്റ് പ്രൈസിലുള്ള മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാനം കുറയ്ക്കണം. മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാനം കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് കിട്ടും. ഇനി അല്ലെങ്കിൽ വേറൊരു ഇക്വേഷൻ കൂടിയുണ്ട്. നാഷണൽ അല്ലേ? നാഷണൽ കാണാൻ വേണ്ടി ഡൊമസ്റ്റിക്കിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം നമ്മൾ പഠിച്ചിട്ടുണ്ട്?
NFIA ആഡ് ചെയ്യണം, മറ്റ വരുമാനം ആഡ് ചെയ്യണം. അപ്പോൾ എന്താണ് NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഈക്വൽ ടു NDP അറ്റ് മാർക്കറ്റ് പ്രൈസ് പ്ലസ് എന്താണ് NFIA എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കൂടിയുണ്ട്. അതും കൂടി നിങ്ങൾ ആലോചിച്ച് വെക്കണം. ഇനി ഏറ്റവും ഒടുവിൽ നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഇക്വേഷൻ ഇതാണ്. NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്, വിപണി വിലയിലെ ഫാക്ടർ കോസ്റ്റിലെ അല്ലെങ്കിൽ ഉൽപ്പാദക ഘടകത്തിലെ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അഥവാ അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത് എന്താണ് നാഷണൽ ഇൻകം അഥവാ ദേശീയ വരുമാനത്തോട് അടുത്ത് കിടക്കുന്നതാണ്. ഇക്വേഷൻ എന്താണ് മാർക്കറ്റ് പ്രൈസിലെ NNPയോട് കൂടി എന്താണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് അറ്റ പരോക്ഷ നികുതി എന്ത് ചെയ്യണം കുറയ്ക്കണം. NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് അഥവാ അറ്റ പരോക്ഷ നികുതി എന്ന് പറയുന്നു. അതെന്താണ് നമ്മുടെ ക്ലാസ് ഡിസ്കസ് ചെയ്താണ്. ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡി കുറയ്ക്കുന്നു. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഈ ഇക്വേഷൻസ് ബേസ് ചെയ്തിട്ടുള്ള എന്താണ് പ്രോബ്ലംസ് നമ്മളോട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ദേശീയ വരുമാനത്തിലെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യനല്ല ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു പ്രോബ്ലമാണ്. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ GDP വിപണി വിലയിൽ എന്താണ് GDP എവിടെയാണ് വിപണി വില അഥവാ മാർക്കറ്റ് പ്രൈസിൽ 10,000 കോടിയാണ്. നമ്മുടെ ചോദ്യം അതാണ്. അപ്പോൾ GDP അറ്റ് വിപണി വില മാർക്കറ്റ് പ്രൈസിൽ 10,000 കോടിയാണ്. പരോക്ഷ നികുതി 1,200 കോടിയും സബ്സിഡി 400 കോടിയുമാണെങ്കിൽ ഫാക്ടർ വിലയിലുള്ള GDP എത്ര എന്നുള്ളതാണ് നമ്മളോട് ചോദ്യം. അപ്പം ചോദ്യം ഇതാണ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എന്താണ് 9,200 കോടി, 8,400 കോടി, 10,800 കോടി, 9,600 കോടി, അങ്ങനെ 4 എന്താണ് ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. നമ്മുടെ ചോദ്യം ഒന്നും കൂടി നോക്കുക. നമുക്കതൊരു പ്രോബ്ലമാണ്. അപ്പോൾ നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ ഈ പഠിച്ച ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. എന്താണ് ആൻസർ എന്ന് പറയുന്നത്? അപ്പോൾ നിങ്ങളൊന്ന് ചെയ്യണം. അപ്പം GDP എവിടെയാണ് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര കോടി രൂപയാണ്? 10,000 കോടി രൂപയാണ് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. പരോക്ഷ നികുതി എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് അഥവാ പരോക്ഷ നികുതി. ഓക്കെ, പരോക്ഷ നികുതി എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? പരോക്ഷ നികുതി എന്ന് പറയുന്നത് 1,200 കോടി രൂപയാണ്. കോടി രൂപയാണ്. ഓക്കെ, കോടി രൂപയാണ്. അടുത്തത് സബ്സിഡി തന്നിട്ടുണ്ട്. സബ്സിഡി നമുക്ക് തന്നിട്ടുണ്ട്. ഓപ്ഷൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ സബ്സിഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 400 കോടി രൂപയാണ്. 400 കോടി രൂപയാണ് സബ്സിഡി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടെത്തി എന്താണ് GDP എവിടെയുള്ളതാണ് GDP കാണേണ്ടത്? ഫാക്ടർ കോസ്റ്റ് അഥവാ എന്താണ് ഉൽപ്പാദക ഘടകത്തിലുള്ള GDP എത്രയാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദ്യം. ഓക്കെ, നമുക്ക് മാർക്കറ്റ് പ്രൈസ് ഫാക്ടർ കോസ്റ്റ് അത് വെച്ചിട്ടുള്ള ഫോർമുല നമുക്കറിയാം. നിങ്ങൾക്ക് ചെയ്തപ്പോൾ എത്രയാണ് ആൻസർ കിട്ടിയത്? ഇതിനകത്തുള്ള ശരിയായിട്ടുള്ള എത്രയാണ്? ഓപ്ഷൻ A ആണ് അല്ലേ? ഓപ്ഷൻ A ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ അതെങ്ങനെയാണ് ഓപ്ഷൻ Aയിലേക്ക് വന്നത്? നമുക്ക് എന്താ കാണേണ്ടത്? ഫാക്ടർ കോസ്റ്റിലുള്ളതാണ് അല്ലേ? ഫാക്ടർ കോസ്റ്റിലുള്ളതാണ് കാണേണ്ടത്. അപ്പം GDP എന്ന് പറയുന്നത് ഫാക്ടർ കോസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ഫോർമുല എന്ത് ചെയ്യുക? ഫോർമുല എന്താണ്? GDP അറ്റ് മാർക്കറ്റ് പ്രൈസ്. GDP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് എന്ത് കുറയ്ക്കണം? നമുക്ക് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കണം. ഇങ്ങനെയല്ലേ അറ്റ പരോക്ഷ നികുതി കുറയ്ക്കുമ്പോൾ എനിക്ക് ഫാക്ടർ കോസ്റ്റിൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ എന്താണ് NIT എന്ന് നമ്മൾ പഠിച്ചു. എന്താണ് ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡി കുറയ്ക്കണം. എത്ര കിട്ടും? 1,200-ൽ നിന്ന് എന്ത് കുറയ്ക്കണം? 1,200-ൽ 400 കുറയ്ക്കുമ്പോൾ നമുക്ക് 800 എന്ന് കിട്ടും. അപ്പോൾ ഈ പറയുന്ന എന്താണ് 10,000-ൽ നിന്ന് നമുക്ക് എന്ത് കുറയ്ക്കണം? 800 കുറയ്ക്കണം. അപ്പോൾ 800 കുറയ്ക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 9,200 രൂപ എന്ന് കിട്ടും ആൻസർ. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 9,200 കോടി എന്ന് പറയുന്ന ഓപ്ഷൻ A ആണ് ആൻസർ. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഫോർമുലയാണ് നമ്മൾ ഓർത്ത് വെക്കണം. എന്താണ്? നമുക്ക് ഫാക്ടർ കോസ്റ്റിലുള്ള GDP കാണാൻ പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് എന്താണ് അറ്റ പരോക്ഷ നികുതി കൂട്ടുക. അപ്പം ഫാക്ടർ കോസ്റ്റ് അല്ലെങ്കിൽ വിപണിയിലെത്തുന്ന ഒരു പ്രോഡക്റ്റ് വിപണിയിലെത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫാക്ടർ കോസ്റ്റിന് കൂടെ എന്ത് ചെയ്യണം? ഈ പറയുന്ന അല്ലാതെ വരുന്ന ടാക്സുകളൊക്കെ ആഡ് ചെയ്യണം. അറ്റ പരോക്ഷ നികുതി എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് എനിക്ക് എന്ത് ചെയ്യുന്നത്? മാർക്കറ്റ് പ്രൈസിൽ വേണ്ടത്. നിങ്ങൾ ഓർത്താൽ മതി, നിങ്ങളൊരു പുറത്തു നിന്നൊരു കടയിൽ പോയി ഒരു ബിസ്ക്കറ്റ് വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ആ ബിസ്ക്കറ്റ് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ അതിന് നമ്മുടെ പുറത്തേക്ക് ഒരു വിപണിയിലേക്ക് എത്തുമ്പോൾ ഇതിന് എക്സ്ട്രാ കുറച്ച് ചാർജസ് ഒക്കെ ആവും. അപ്പോൾ ഫാക്ടറി ഉൽപ്പാദിപ്പിച്ച വിലയേക്കാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ടാക്സുകളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്തുനിന്ന് സബ്സിഡിയൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം എന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന അറ്റ പരോക്ഷ നികുതി എന്ന് പറയുന്ന ഒരു ഫോർമുലയിലേക്ക് വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റും.
അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യവും ഒരു പ്രോബ്ലമാണ്. എന്താണ്? ഒരു വർഷത്തെ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ്, എന്താണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 2500 കോടിയും ആ വർഷത്തെ തേയ്മാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ 500 കോടിയുമാണെങ്കിൽ അറ്റ നിക്ഷേപം എത്ര എന്നുള്ളതാണ്. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, അറ്റ നിക്ഷേപം എത്ര എന്നുള്ളതാണ് ചോദ്യം. ആൻസർ എന്തൊക്കെയാണ്? ഓപ്ഷൻ തന്നിട്ടുള്ളത്: ഓപ്ഷൻ എ 3000 കോടി, ഓപ്ഷൻ ബി 2000 കോടി, ഓപ്ഷൻ സി 1500 കോടി, ഓപ്ഷൻ ഡി 2500 കോടി. ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഗ്രോസ് തന്നിട്ടുണ്ട്, നമുക്ക് ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നെറ്റ് എത്രയാണെന്നാണ് ചോദ്യം. എങ്ങനെയാണ് നമ്മൾ അതിന് ആൻസർ കണ്ടുപിടിക്കുക? ഡയറക്റ്റായിട്ട് നമ്മൾ ഫോർമുല ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലേ. 2000 കോടി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുന്നത് എന്താണ്? ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ NCERTയുടെ +2 ടെക്സ്റ്റിൽ ഈ ഒരു ഫോർമുല കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കൂടെ എന്ത് ചെയ്യുക? ആ വർഷത്തെ തേയ്മാനം, ഗ്രോസ് ഇൻവെസ്റ്റിൽ നിന്ന് ഈ പറയുന്ന ഡിപ്രീസിയേഷൻ അഥവാ തേയ്മാനം കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? അറ്റ അല്ലെങ്കിൽ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും. നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും. ഈ ഒരു ഫോർമുല നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ NCERTയുടെ, നിങ്ങളുടെ ടെക്സ്റ്റ് അല്ല, +2ലെ NCERT ടെക്സ്റ്റിൽ, എക്കണോമിക്സിൻ്റെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ഈ ഫോർമുലയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്താണ് ഗ്രോസ് എന്ന് പറയുന്നത്? 2500 കോടി അല്ലേ. 2500 കോടിയാണ് ഇവിടുത്തെ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്തുനിന്ന് തേയ്മാനം എത്രയാണ്? 500 കോടി. അപ്പോൾ 500 കോടി തേയ്മാനം ഇടുകയാണെങ്കിൽ എനിക്ക് ആൻസർ എന്ത് കിട്ടും? 2000 കോടി എന്നുള്ള ആൻസർ കിട്ടും. ഇതാണ് എന്ത്? നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അറ്റ നിക്ഷേപം എന്ന് പറയുന്നത്. അറ്റ നിക്ഷേപം എത്ര കിട്ടും നമുക്കിവിടെ? ഓപ്ഷൻ ബി ആണ്, 2000 കോടി എന്നുള്ളതാണ് ആൻസർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ ഒരു ചോദ്യവും നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ കിട്ടി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് താഴെ പറയുന്ന ഡേറ്റയിൽ നിന്ന് ഫാക്ടർ വിലയ്ക്ക് NNP കണക്കാക്കുക. അപ്പോൾ എന്താ കണക്കാക്കേണ്ടത്? NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എത്രയാണ് എന്നുള്ളതാണ് നമ്മളെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ്? എന്തൊക്കെ ഡേറ്റാസ് തന്നിട്ടില്ല? NNPയുടെ വിപണി വില തന്നിട്ടുണ്ട് 5000 കോടി. വിപണി വില തന്നിട്ടുണ്ട് 5000 കോടി. നിങ്ങളുടെ മനസ്സിലേക്ക് നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ഒക്കെ എന്ത് ചെയ്യണം? ഓർത്ത് വരണം. പരോക്ഷ നികുതി തന്നിട്ടുണ്ട് 400 കോടി. പരോക്ഷ നികുതി 400 കോടി. സബ്സിഡി തന്നിട്ടുണ്ട് 200 കോടി. സബ്സിഡി എത്ര തന്നിട്ടുണ്ട്? 200 കോടി. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളതൊന്ന് നോക്കുക. ഇതിനകത്തും നമുക്ക് കാണേണ്ടത്, തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് നമുക്ക് കാണേണ്ടത് എന്താണ്? നമ്മുടെ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ്. അപ്പോൾ ഒന്ന് ചെയ്തേ, നമ്മുടെ NNP ഫാക്ടർ കോസ്റ്റിലുള്ള NNP കാണാൻ വേണ്ടിയിട്ട് എന്താണ് ഫോർമുല എന്ന് പറയുന്നത്? NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു എന്താണ് നമ്മൾ പഠിച്ചത്? NNP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് എന്ത് കുറയ്ക്കണം? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കണം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൽ നിന്ന് ഈ ഫോമിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അറ്റ പരോക്ഷ നികുതി, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ അറ്റ പരോക്ഷ നികുതി കുറയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ആൻസർ എത്രയാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ ആൻസർ എന്ന് പറയുന്നത്? ഓക്കെ, ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. 4800 കോടി രൂപയെന്നാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും നമ്മൾ? അപ്പം നമുക്ക് വിപണി വിലയിലുള്ള എന്താണ് പ്രൈസ് അറിയാം, 5000 ആണ്. 5000-ൽ നിന്ന് എന്ത് ചെയ്യണം? ഈ പറയുന്ന 400 - 200 എന്ന് പറയുന്ന ഒരു വാല്യൂ ചെയ്യണം അല്ലേ. 400 - 200 എന്ന് പറയുന്നതാണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് അഥവാ അറ്റ പരോക്ഷ നികുതി. പരോക്ഷ നികുതിയിൽ നിന്ന് എന്ത് ചെയ്യണം? എന്താണ് നമ്മുടെ സബ്സിഡി എന്ന് പറയുന്നത് കുറയ്ക്കണം. അപ്പോൾ എന്ത് കിട്ടും? 5000-ൽ നിന്ന് 200 കുറയ്ക്കുക അല്ലേ. അപ്പം 5000 മൈനസ് എന്ത് കിട്ടും? 200. ഇതിന് ഈക്വലാണ് 4800 കോടി. ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ 4800 കോടി എന്നുള്ളതാണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും നമുക്ക് PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടില്ല. ഡയറക്റ്റായിട്ട് നമുക്ക് ആ ഫോർമുല ഇട്ട് കഴിഞ്ഞാൽ, ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ പഠിച്ചതിൽ ഈ പറയുന്ന ചോദ്യം നമുക്ക് പ്രീവിയസ് ആയിട്ട് PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇത് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് കാണാനുള്ള ഒരു ചോദ്യമായിരുന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ ആൻസർ കിട്ടി, ഓപ്ഷൻ സി ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുന്നത് ഏത് എന്നുള്ളതാണ്. അതായത് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും അടുത്ത് കിടക്കുന്ന വാല്യൂ ആണ് അല്ലേ. നാഷണൽ ഇൻകം അഥവാ ദേശീയ വരുമാനവുമായി എടുത്ത് കിടക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ദേശീയ വരുമാനത്തിൽ ഏതാണ് ഉൾപ്പെടുന്നവ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഒന്നെന്താണ്? വിദേശത്തുള്ള ഇന്ത്യക്കാർ നാട്ടിലേക്ക് അയക്കുന്ന പണം, അത് ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുമോ?
രണ്ടാമത്തേത് സർക്കാർ നൽകുന്ന വാർദ്ധക്യകാല പെൻഷനുകൾ ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുമോ? അടുത്തത് കമ്പനികളിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം, ലാഭവിഹിതം എന്ത് ചെയ്യുമോ ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ 3 തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് ശരി, ഏതാണ് ഉൾപ്പെടുന്നത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ പറയുന്നു 1ഉം 2ഉം ഉൾപ്പെടുമെന്ന് പറയുന്നു. ഓപ്ഷൻ ബി പറയുന്നു 1ഉം 3ഉം ഉൾപ്പെടുമെന്ന് പറയുന്നു. ഓപ്ഷൻ സി പറയുന്നു 2ഉം 3ഉം. ഓപ്ഷൻ ഡി പറയുന്നു എല്ലാം ഉൾപ്പെടും. ഇതിലേതാണ് ശരിയായിട്ടുള്ള ആൻസർ? 1ആണോ 2ആണോ 3ആണോ അതോ മൊത്തമാണോ? ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? ഇവിടുത്തെ ശരിയായിട്ട് ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ഓപ്ഷൻ ബി ആണ് 1, 3 എന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇതിൽ എന്താണ്, നമ്മുടെ നാട്ടിലേക്ക് പുറത്തുനിന്ന് ഒരാൾ വിദേശത്തിൽ നിന്ന് ഒരു പണം അയച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടും. ഇനി കമ്പനികളിൽ നിന്ന് ലഭിക്കുന്ന ലാഭവിഹിതവും നമ്മുടെ ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. സർക്കാർ നൽകുന്ന വാർദ്ധക്യകാല പെൻഷനുകൾ എന്ത് ചെയ്യുന്നില്ല, ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുന്നില്ല. ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സിനകത്ത് വരുന്ന പെൻഷനുകൾ, ലോട്ടറി അടിക്കുന്ന പണം, ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുന്നില്ല. ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. നമ്മൾ സാമ്പത്തിക അതിർത്തിയെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെടുന്ന കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, GDP കണക്കാക്കുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക പ്രദേശത്തിൻ്റെ ഭാഗമായി കണക്കാക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്, അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഓപ്ഷൻ എ എന്താ പറയുന്നത്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ABCD 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പം ഓരോ ചോദ്യങ്ങൾ നോക്കാം, ഓരോ ഓപ്ഷൻസ് നോക്കാം. 1, വാഷിങ്ടൺ DC US സ്ഥിതി ചെയ്യുന്ന ഒരു ഇന്ത്യൻ എംബസി. അപ്പം ഇന്ത്യയുടെ ആഭ്യന്തര അതിർത്തി അല്ലെങ്കിൽ സാമ്പത്തിക പ്രദേശത്തിനകത്ത് വരുമോ എന്നുള്ളതാണ്. ഒന്നാമത്തെ ഓപ്ഷൻ എ ആണ്. എന്ത്? വാഷിങ്ടൺ DC US ഉൾപ്പെടുന്ന ഇന്ത്യൻ എംബസി എന്ന് പറയുന്നത്. 2, മുംബൈയിൽ സ്ഥിതി ചെയ്യുന്ന വിദേശ ബഹുരാഷ്ട്ര കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെ ഉൾപ്പെടുമോ? നമ്മുടെ സാമ്പത്തിക പ്രദേശത്തിൽ ഉൾപ്പെടുമോ? അടുത്തത് സി പറയുന്നു, ഇന്ത്യൻ മത്സ്യബന്ധന ബോട്ടുകൾ പ്രവേശിക്കുന്നത് നിരോധിച്ചിരിക്കുന്ന അന്താരാഷ്ട്ര ജലാശയങ്ങൾ ഉൾപ്പെടുമോ? അടുത്തത് ഓപ്ഷൻ ഡി ആണ്, ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഒരു എംബസി. ഈ പറയുന്ന 4 ഓപ്ഷനുകളിൽ എന്താണ് നമ്മുടെ സാമ്പത്തിക പ്രദേശത്തിൽ ഉൾപ്പെടുന്നവ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. സാമ്പത്തിക പ്രദേശത്തിൽ ഉൾപ്പെടുന്നവ ഏത് എന്നുള്ളത് SCERTയുടെ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലാണ് വിശദമായിട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നതിൽ ഏതാണ് ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നമ്മൾ പഠിച്ച കാര്യമാണ്, മറ്റൊരു രാജ്യത്തിൻ്റെ എംബസി നമ്മുടെ രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യില്ല, നമ്മുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടില്ല എന്നുള്ളതാണ് അവിടുത്തെ നമ്മൾ പഠിച്ചതിലൊരു കൂട്ടത്തിൽ പെടാത്തതുപോലെ പഠിച്ചത്. പക്ഷെ ഒരു ഇന്ത്യൻ എംബസി മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, അത് നമ്മുടെ സാമ്പത്തിക പ്രദേശത്തിൽ ഉൾപ്പെടുന്ന ഒരു ഘടകമാണ്. നമ്മുടെ ദേശീയ വരുമാനത്തിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്, ഒരു സ്ഥലമാണ്, ഒരു പ്രദേശമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മളിത് ഓൾറെഡി പഠിച്ചതാണ്. നിങ്ങളതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഈ തന്നിരിക്കുന്നതിൽ നമുക്ക് എന്താണ് മറ്റൊരു രാജ്യത്തിൻ്റെ ആസ്ഥാന കോർപ്പറേഷൻ, ഒരു വിദേശ കോർപ്പറേഷൻ്റെ ആസ്ഥാനമൊന്നും എന്ത് ചെയ്യില്ല, നമ്മുടെ സാമ്പത്തിക പ്രദേശത്ത് വരില്ല. നമുക്ക് നിരോധനമില്ലാത്ത സമുദ്ര പ്രദേശങ്ങളൊന്നും നമ്മുടെ സാമ്പത്തിക പ്രദേശത്ത് വരത്തില്ല. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു രാജ്യത്തിൻ്റെ എംബസി എന്ത് ചെയ്യില്ല, നമ്മുടെ സാമ്പത്തിക പ്രദേശത്ത് വരത്തില്ല. പക്ഷേ നമ്മുടെ ഒരു എംബസിയൊക്കെ മറ്റൊരു രാജ്യത്താണെങ്കിൽ അതെന്ത് ചെയ്യും, നമ്മുടെ സാമ്പത്തിക പ്രദേശത്തിൽ വരും. അപ്പോൾ ഓപ്ഷൻസ് എ മാത്രമാണ് ആ ഒരു രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ ഏകദേശം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞല്ലേ. ഇനി അടുത്തൊരു ചോദ്യം കൂടിയുണ്ട്. എന്താണ്? ഫാക്ടർ കോസ്റ്റിലെ NNBക്ക് തുല്യമാണ് എന്നുള്ളതാണ്. എന്താണ് ഫാക്ടർ കോസ്റ്റിലെ NNB? തിരിച്ചും മറിച്ചും ഒക്കെ ഫാക്ടർ കോസ്റ്റിലെ NNB ഇങ്ങനെ PSC ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. അപ്പം ഫാക്ടർ കോസ്റ്റിലെ NNB എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് PSCയുടെ ചോദ്യം. അപ്പോൾ ഇതുപോലെ തന്നെ എന്താണ് നാഷണൽ ഇൻകവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് NNB അറ്റ് ഫാക്ടർ കോസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. പല രീതിയിൽ PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള നമുക്ക് ഏറ്റവും അത്യാവശ്യം പഠിക്കേണ്ട ഒരു ഇക്വേഷൻ കൂടിയാണത്. ഈ തന്നിട്ടുള്ളതിൽ ഏതാണ് ഫാക്ടർ കോസ്റ്റിലെ NNBക്ക് തുല്യം എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ എന്താണ്? വിപണി വിലയിലെ GNB മൈനസ് മൂല്യത്തകർച്ച. എന്താണ് വിപണി വില? മാർക്കറ്റ് പ്രൈസിലെ GNB മൈനസ് മൂല്യത്തകർച്ച അല്ലെങ്കിൽ തേയ്മാനമാണ് എന്ന് പറയുന്നു. രണ്ടാമത് ഓപ്ഷൻ ബി പറയുന്നു ഘടക കോസ്റ്റിലെ അല്ലെങ്കിൽ ഫാക്ടർ കോസ്റ്റിലെ GNB മൈനസ് മൂല്യത്തകർച്ചയാണെന്ന് പറയുന്നു. മറ്റൊന്ന് ഓപ്ഷൻ സി പറയുന്നു വിപണി വിലയിലെ GDPയോട് കൂടി NFIയെ കൂട്ടുന്നതാണ് എന്ന് പറയുന്നു. മറ്റൊരു ഓപ്ഷൻ ഡി പറയുന്നു ഫാക്ടർ കോസ്റ്റിലെ GDPയോട് കൂടി NFIയെ കൂട്ടുന്നതാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ 4 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഈ ഇക്വേഷനിൽ ഏതാണ് ശരിയായിട്ടുള്ള ഇക്വേഷൻ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എന്താണ്
നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ആക്റ്റീവ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എന്താണ് നമ്മുടെ നെറ്റാണ് അല്ലേ, നെറ്റാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്താണ് ഗ്രോസിൽ നിന്ന് മൂല്യത്തകർച്ച കുറയ്ക്കുക എന്നുള്ളത് ഓർക്കുക. നെറ്റ് കാണാൻ ഗ്രോസിൽ നിന്ന് മൂല്യത്തകർച്ച കുറയ്ക്കുക. അപ്പം ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൽ നിന്ന് ഫാക്ടർ കോസ്റ്റിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ഇക്വേഷൻ അതാണ്. എന്താണ് മൈനസ് ചെയ്യുക, തേയ്മാനം കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫാക്ടർ കോസ്റ്റിലെ NNBക്ക് തുല്യമായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഏത്? GNB ഘടക കോസ്റ്റ് മൈനസ് മൂല്യത്തകർച്ച എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പഠിച്ചതിൽ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും GDP യെക്കുറിച്ചും NNB യെക്കുറിച്ചും സാമ്പത്തിക അതിർത്തിയെക്കുറിച്ചും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെടുന്ന ഒരു 15 ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എല്ലാ ആൻസറുകളും നോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപ്പം എത്ര മാർക്ക് കിട്ടിയ വെച്ചിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ എനിക്ക് എത്രത്തോളം പഠിച്ചു, അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം നാഷണൽ ഇൻകത്തെക്കുറിച്ച് അറിയാം എന്നൊക്കെ ഒരു വിലയിരുത്താൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു വിലയിരുത്തലുണ്ടാവും. അപ്പം ആ ഒരു ആൻസറൊക്കെ കമൻറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്തു. ഇനി ദേശീയ വരുമാനത്തെക്കുറിച്ച് എവിടെ നിന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റണം. അത്തരത്തിലൊരു ഒന്നുകൂടി നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ് നമ്മൾ വേറൊരു ടോപ്പിക്കുമായിട്ട്, എക്കണോമിക്സിൻ്റെ വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം.